ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മോഡൽ എക്സാം നമ്പർ 2 ഗണിതത്തിൻ്റെ വിശകലനമാണ്. ആദ്യ ചോദ്യം 2 + 2 × 2 + 2 ബ്രാക്കറ്റിൽ 2 - 2 പ്ലസ് ബ്രാക്കറ്റിൽ -2 എത്ര? ഉത്തരത്തിലേക്ക് കടക്കാം. ഇത് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യാം. അപ്പോൾ 2 + 2 × 2 + 2 ഇതിൻ്റെ വാല്യൂ 0 വരും, പ്ലസ് -2 എന്ന് വരും. ഇനി പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് വരുമ്പോൾ ആദ്യം ഗുണനം ചെയ്യാം. ഇപ്പോൾ 2 + 4 പ്ലസ് ഈ 2 × 0 എന്ന് പറഞ്ഞാൽ 0, പ്ലസ് -2 എന്ന് പറയുമ്പോൾ -2. അപ്പോൾ നിങ്ങൾക്ക് 6 - 2 എന്ന് വരും. ഉത്തരം 4 എന്ന് വരും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2, 5, 9 എക്സെട്ര എന്ന ശ്രേണിയിലെ 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഉത്തരത്തിലേക്ക് കിടക്കാം. 2, 5, 9 2നോട് കൂടി 3 കൂട്ടിയപ്പോൾ 5 കിട്ടി, 5നോട് കൂടി 4 കൂട്ടിയപ്പോൾ 9 കിട്ടി. 9നോട് കൂടി 5 കൂട്ടുമ്പോൾ 14, 14നോട് കൂടി 6 കൂട്ടുമ്പോൾ 20. അങ്ങനെ പോകുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 9ാമത്തെ പദവും 10ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ആൻസർ 11 പറയാം. മൂന്നാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 3ന്റെ ഗുണിതം അല്ലാത്ത സംഖ്യ ഏത്? ഉത്തരത്തിലേക്ക് കടക്കാം. ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിൻ്റെ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ 7ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ വാല്യൂ എത്ര കിട്ടി? 10. 10നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അതിനാൽ ഇവിടെ 3ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 73 എന്ന് പറയാം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. a = x² + 2y, b = 2x² + 4y ആയാൽ a + b/3യുടെ വില ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരത്തിലേക്ക് കടക്കാം. എയുടെ വില x² + 2y, ബിയുടെ വില 2x² + 4y എങ്കിൽ a + b/3 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയ്ക്ക് പകരം x² + 2y പ്ലസ് ബിക്ക് പകരം 2x² + 4y/3 എന്ന് എഴുതാം. അപ്പോൾ x²ഉം 2x² കൂടെ ചേരുമ്പോൾ 3x² + 2yയും 4yയും കൂടെ ചേരുമ്പോൾ 6y/3 എന്ന് വരും. അപ്പോൾ ഈ അംശത്തിൽ നിന്നും ഒരു 3 കോമൺ എടുത്താൽ 3 × x² + 6 ന്ന് 3 പോകുമ്പോൾ 2y/3 എന്ന് വരും. 3യും 3യും ക്യാൻസലായിപ്പോയി, x² + 2y എന്ന് വരും. ഈ x² + 2y തന്നെയാണ് a. അപ്പോൾ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ a എന്ന് പറയാം. അഞ്ചാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 10 + 4 14 - 0 14 × 0 14 + 0. 10 + 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 14 ആണ്. 14 - 0 എന്ന് പറഞ്ഞാലും വാല്യൂ 14 ആണ്. 14 × 0 എന്ന് പറയുമ്പോൾ 0 ആണ്. 14 + 0 എന്ന് പറഞ്ഞാൽ വാല്യൂ 14 ആണ്. ഒറ്റയാൻ ഏതെന്ന് ചോദിച്ചാൽ 14 × 0. ആറാമത്തെ ചോദ്യം, 0, 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 4 ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം? ഒരു സംഖ്യയുടെ അവസാന അക്കം 0, 2, 4, 6, 8 ആണെങ്കിൽ അവയെ നമ്മൾക്ക് ഇരട്ട സംഖ്യ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അവസാന ഈ 4 സംഖ്യയുടെ അവസാന അക്കം 0 നൽകിയാൽ ബാക്കി നമ്മൾക്ക് ഇവിടെ 3 നമ്പറുകൾ ഫില്ല് ചെയ്യേണ്ടി വരും. അതിനെ നമ്മൾക്ക് 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 3 വരെ ഗുണിക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 വരും. അതായത് അവസാന അക്കം 0 വരുന്ന 6 ഇരട്ട സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇനി അവസാന അക്കം 2 നൽകിയാൽ നമ്മൾ 0ത്തെ ഇവിടെ സെറ്റ് ചെയ്തെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 2 നമ്പറുകളെ നമ്മൾക്ക് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 2 രീതിയിൽ ക്രമീകരിക്കാം. അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ അവസാന അക്കം 2 ആണെങ്കിൽ 0ത്തെ നമ്മൾ ഇവിടെ ക്രമീകരിച്ചാൽ ബാക്കിയുള്ള 2 നമ്പറുകളെ നമ്മൾക്ക് 2 ഫാക്ടോറിയൽ അതായത് 1 × 2 2 രീതിയിൽ ക്രമീകരിക്കാം. ഇനി ഈ 0ത്തെ ഇവിടെ ക്രമീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ക്രമീകരിച്ചാൽ ഇത് 3 അക്ക സംഖ്യയായി മാറും. അപ്പോൾ നോക്കി, 0 അവസാനം വരുന്ന 6 സംഖ്യ ഉണ്ടായിരിക്കും, 2 അവസാനം വരുന്ന 2 സംഖ്യ ഉണ്ടായിരിക്കും, 2 അവസാനം വരുന്ന വീണ്ടും 2 സംഖ്യ ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 6ഉം 2ഉം 8, 8ഉം 2ഉം 10 സംഖ്യ ഉണ്ടായിരിക്കും. അതായത് ഈ 0, 1, 2, 3 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര ഇരട്ട സംഖ്യകൾ നിർമ്മിക്കാം എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 10 എണ്ണമായിരിക്കും. ഏഴാമത്തെ ചോദ്യം,
റെക്റ്റാങ്കിൾ എന്ന് എഴുതിയത് ഒരു കോഡ് ഭാഷയിൽ SB DQ BK HIF എന്നാണ് ലഭിച്ചത് എങ്കിൽ പെൻറ്റഗൺ എന്നത് ഈ കോഡ് ഭാഷയിൽ എഴുതുമ്പോൾ ഏതാണ് ലഭിക്കുന്നത്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതിനെ SB DQ BK HIF എന്ന് എഴുതി എന്ന് വെച്ചാൽ 6 കഴിഞ്ഞ് തൊട്ടടുത്ത അക്ഷരമാണ് എസ്, ഇക്ക് പിറകിൽ മൂന്നാമത്തെ അക്ഷരമാണ് ബി, സി കഴിഞ്ഞ് തൊട്ടടുത്ത അക്ഷരമാണ് ഡി, ടിക്ക് പിറകിൽ മൂന്നാമത്തെ അക്ഷരമാണ് ക്യൂ വന്നിരിക്കുന്നത്, എ കഴിഞ്ഞ് തൊട്ടടുത്ത അക്ഷരമാണ് ബി. അങ്ങനെ നോക്കുമ്പോൾ +1 -3 +1 -3 +1 -3 എന്ന രീതിയിലാണ് ഈ അക്ഷരങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. പെൻറ്റഗൺ എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെ ക്രമീകരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ +1 -3 +1 -3 എന്ന ഫോമിലാണെങ്കിൽ QB OQ BD PK എന്ന് എഴുതാം. 8ാമത്തെ ചോദ്യം. ഡിയുടെ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ വർഗ്ഗമാണ്. 6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ 5 മടങ്ങാകും എങ്കിൽ ഡിയുടെ പ്രായം എത്രയാണ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ഞാൻ 2 രീതിയിൽ ചെയ്ത് കളിക്കാം. ഒരെണ്ണം അതിൻ്റെ നോർമൽ രീതി, 2 ഓപ്ഷൻ മെത്തേഡ്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡിയുടെ പ്രായത്തിൻ്റെ വർഗ്ഗമാണ് മുത്തച്ഛൻ്റെ പ്രായം. ഡിയുടെ പ്രായം x ആണെങ്കിൽ മുത്തച്ഛന് x² കൊടുക്കുക. ഇനി 6 വർഷം കഴിയുമ്പോൾ ഡിക്ക് 6 വയസ്സ് കൂടി, മുത്തശ്ശനും 6 വയസ്സ് കൂടി. 6 വർഷം കഴിയുമ്പോൾ മുത്തശ്ശൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ 5 മടങ്ങെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x² + 6 എന്ന് പറയുന്നത് 5 × x + 6 എന്ന് പറയാം. അപ്പോൾ x² + 6 = 5xi + 30 എന്ന് പറയാം. അപ്പോൾ x² + 6 - 5xi - 30 = 0 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ x² - 5xi 30 + 6 -24 = 0 എന്ന് പറയാം. x² - 5xi - 24നെ നമ്മൾക്ക് x - 8 × x + 3 എന്ന് പറയാം. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് 8ഉം എക്സിൻ്റെ വാല്യൂ -3 എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ഡിയുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ 8 എന്ന് പറയാം. ഓപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ഡിയുടെ പ്രായം 8 നൽകുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ പ്രായം അതിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 64. 6 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 8ഉം 6ഉം ഡിയുടെ പ്രായം എത്രയായി? 14ആയി. ഇനി മുത്തശ്ശൻ്റെ പ്രായം 64 + 6 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറി? 70. ഇനി ഒന്ന് നോക്കി, അവർ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും ഓക്കെ ആണോ നോക്കി. ഡിയുടെ പ്രായത്തിൻ്റെ വർഗ്ഗമാണ് മുത്തശ്ശൻ്റെ പ്രായം, ഓക്കെ. ഇനി 6 വർഷം കഴിയുമ്പോൾ ഡിയുടെ പ്രായത്തിൻ്റെ 5 മടങ്ങാണ് മുത്തശ്ശൻ്റെ പ്രായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ 5 മടങ്ങാണെന്ന് നോക്കി. 14നെ 5 വെച്ച് ഗുണിക്കുമ്പോഴല്ലേ 70 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഡിയുടെ പ്രായം എത്ര എന്ന് പറയാൻ പറ്റും? 8. 9ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങും 10ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ് എങ്കിൽ സംഖ്യ ഏതാണ്? അപ്പോൾ നമ്മൾക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ഓപ്ഷൻ നോക്കി. സി ഓപ്ഷനിൽ ഇത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, ഇത് 10ൻ്റെ സ്ഥാനത്തെ അക്കം, ഇത് 100ൻ്റെ സ്ഥാനത്തെ അക്കം. അവർ പറഞ്ഞിരിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങാണ് 100ൻ്റെ സ്ഥാനത്തെ അക്കം. അപ്പോൾ ഇതിനെ 3 വെച്ച് ഗുണിക്കുന്നതല്ലേ 6 കിട്ടുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 2 മടങ്ങാണ് 10ൻ്റെ സ്ഥാനത്തെ അക്കം. അപ്പോൾ ഈ 2നെ 2 വെച്ച് ഗുണിക്കുന്നതല്ലേ 4 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ സി ഓപ്ഷൻ 642 എന്ന് വരും. 10ാമത്തെ ചോദ്യം. P+Q എന്നത് പിയും ക്യൂവും ഭാര്യയും ഭർത്താവുമാണ്. P × Q എന്നത് പിയുടെ അച്ഛനാണ് Q. P-Q എന്നത് PQ എന്നിവർ സഹോദരങ്ങളാണ്. ഇയുടെ മുത്തച്ഛനാണ് F എന്ന് എങ്ങനെ എഴുതാം? നമ്മുടെ സി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് E × B - A × F എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം: E × B B - A × F. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് P × Q എന്ന് പറയുമ്പോൾ പിയുടെ അച്ഛനാണ് Q. അങ്ങനെയാണെങ്കിൽ E × B എന്ന് പറയുമ്പോൾ E എന്ന് പറയുന്ന ആളിൻ്റെ അച്ഛനാണ് ആരെന്ന് പറയാൻ പറ്റും? B. ഓക്കെ. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് P-Q എന്ന് പറഞ്ഞാൽ P, Q ഇവർ സഹോദരങ്ങളാണ്. അപ്പോൾ B - A എന്ന് പറഞ്ഞാൽ ഈ ബിയും എയും എന്താണ്? സഹോദരങ്ങളാണ്, സഹോദരങ്ങൾ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് A × F എന്ന് പറഞ്ഞിട്ടുണ്ട്. A × F എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യത്തിൽ P × Q എന്ന് പറഞ്ഞാൽ പിയുടെ അച്ഛനാണ് Q എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A × F എന്ന് പറഞ്ഞാൽ എയുടെ അച്ഛനാണ് F എന്ന് പറയാം. എയുടെ അച്ഛനാണ് F എന്ന് പറയാം. അപ്പോൾ നോക്കി, ഇയുടെ അച്ഛനാണ് B, ബിയും എയും സഹോദരങ്ങളാണ്. ഈ എയുടെ അച്ഛനാണ് F എന്ന് പറയുമ്പോൾ F എന്ന് പറയുന്നത് ബിയുടെയും അച്ഛനാണ്.
അതിപ്പോൾ നോക്കി ഇയുടെ അച്ഛൻ ബി വരും, ബിയുടെ അച്ഛൻ എഫ് വരും. അപ്പോൾ ഇയുടെ മുത്തച്ഛനാണ് എഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും. ചോദ്യം നമ്പർ 11. -1 + 5 -2 + 4 -3 + 3 -4 + 2 എത്ര? അപ്പോൾ ഈ ചോദ്യത്തിൽ -2ഉം +2ഉം ക്യാൻസലായിപ്പോയി, -3ഉം +3ഉം ക്യാൻസലായിപ്പോയി, +4ഉം -4ഉം ക്യാൻസലായിപ്പോയി, 5ന്ന് 1 കുറയ്ക്കുമ്പോൾ ആൻസർ 4. 12ാമത്തെ ചോദ്യം. മണിക്കൂറിൽ 64 കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? കാറിൻ്റെ വേഗത തന്നിരിക്കുന്നത് 66 km/h ആണ്. സഞ്ചരിക്കാൻ എടുത്തിരിക്കുന്ന സമയം തന്നിരിക്കുന്നത് 2 മണിക്കൂർ 10 മിനിറ്റ് ആണ്. 2 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 60 മിനിറ്റ് ആണെങ്കിൽ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 120 + 10 ആൻസർ 130 മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൂരം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വേഗതയും സമയവും തമ്മിൽ ഗുണിച്ചാൽ മതി. 66 ഇൻറ്റു ഈ 130. 130നെ നമ്മൾ ഇത് km/h ആയതുകൊണ്ട് ഇതിനെ മണിക്കൂറിലാക്കാൻ 60 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 0 0 ക്യാൻസലായിപ്പോയി. 66നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 11 വരും. നമ്മുടെ ഉത്തരം 13 × 11 3131. ഫൈനൽ ആൻസർ 143 കിലോമീറ്റർ എന്ന് വരും. 13ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗ്ഗം കണ്ടപ്പോൾ 100 കിട്ടി. സംഖ്യ ഏതാണ്? ഇപ്പോൾ നമ്മൾ പറയുകയാണ് സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ അതിൻ്റെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ചിട്ട് വർഗ്ഗം കണ്ടപ്പോൾ 100 കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ √x വർഗ്ഗം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, 2ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ 4 ആണ്, അതിൻ്റെ വാല്യൂ ആണ് 100. അപ്പോൾ ആ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 100നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം 25. 14ാമത്തെ ചോദ്യം. പെട്രോളിൻ്റെ വില ലിറ്ററിന് 75 രൂപയിൽ നിന്നും 100 രൂപയായപ്പോൾ ഒരാളുടെ മാസ ഇന്ധന ചെലവ് കൂടാതിരിക്കാൻ 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിൻ്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം? അപ്പോൾ പെട്രോളിൻ്റെ വില 75 രൂപയായിരുന്നപ്പോൾ അയാൾക്ക് 3000 രൂപയ്ക്ക് എത്ര ലിറ്റർ പെട്രോൾ കിട്ടി എന്ന് ചോദിച്ചാൽ 40 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി പെട്രോളിൻ്റെ വില 100 രൂപയായപ്പോൾ 3000 രൂപയ്ക്ക് എത്ര ലിറ്റർ പെട്രോൾ കിട്ടും എന്ന് ചോദിച്ചാൽ 30 ലിറ്റർ കിട്ടും. അങ്ങനെയാണെങ്കിൽ അയാൾ ഉപയോഗം 10 ലിറ്റർ കുറയ്ക്കണം. ആൻസർ 10 ലിറ്റർ കുറയ്ക്കണം. 15ാമത്തെ ചോദ്യം. 1/8 + 1/16 + 1/32 എത്ര? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ ഛേദത്തിൽ വരുന്ന സംഖ്യകളുടെ LCM വെച്ച് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുക. അപ്പോൾ 32ൻ്റെ ഘടകങ്ങളാണ് 16ഉം 8ഉം. അതിനാൽ ഈ നമ്പറുകളുടെ LCM 32 എന്ന് പറയാം. അപ്പം 32 കൊണ്ട് ഗുണിക്കുകയും ചെയ്യണം, ഹരിക്കുകയും ചെയ്യണം. അപ്പം 32 കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുക. അപ്പോൾ 32നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 4 വരും, 32നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വരും, 32നെ 32 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വരും. അപ്പം 4 2 6, 6 1 7. ആൻസർ 7/32 എന്ന് വരും. 16ാമത്തെ ചോദ്യം. 6/8 ഗുണം 4/5 + 1/10 എത്ര? ഈ ചോദ്യത്തിൽ നമ്മൾക്ക് ആദ്യം ഭിന്നസംഖ്യകൾ ഗുണിച്ചെഴുതാം. 2 ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ ചോദിച്ചാൽ അംശം ഗുണിച്ച് അംശമായും ഛേദം ഗുണിച്ച് ഛേദമായും എഴുതുക. അപ്പോൾ 24/40 + 1/10 എന്ന് വരും. ഇനി നമുക്ക് ഈ 2 ഭിന്നസംഖ്യകൾ കൂട്ടണം. a/b എന്ന് പറയുന്ന ഭിന്നസംഖ്യയും c/d എന്ന് പറയുന്ന ഭിന്നസംഖ്യയും കൂട്ടാൻ ചോദിച്ചാൽ AD + BC/b × d BD എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 24 × 10 240 + 40 × 1 40/40 × 10 400 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ 280/400 എന്ന് വരും. 0 0 ക്യാൻസലായിപ്പോയി. 28നെയും 40നെയും 4 കൊണ്ട് ഹരിച്ചാൽ 7 4 28, 40നെ 4 കൊണ്ട് ഹരിച്ചാൽ 10 എന്ന് വരും. ആൻസർ 7/10 എന്ന് വരും. 17ാമത്തെ ചോദ്യം. 0.01 0.010 0.0101 1/100 എന്നിവയിൽ വ്യത്യസ്തമായ സംഖ്യ ഏത്? 0.01 0.01 എന്ന് പറഞ്ഞാൽ അത് 0.01 തന്നെയാണ്. 1/100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0.01 ആണ്. ഒരു നമ്പറിനെ 100 കൊണ്ട് ഹരിക്കാൻ ആ നമ്പർ എഴുതിയിട്ട് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് നൽകിയാൽ മതി. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായത് ഏതെന്ന് ചോദിച്ചാൽ 0.0101. 18ാമത്തെ ചോദ്യം. ഒരാൾ 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്തു. അയാൾ ഈ 2 കമ്പികളും തുല്യ നീളം
നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണ്? അയാൾ 32 മീറ്ററും 26 മീറ്ററുമുള്ള 2 കമ്പികൾ എടുത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ HCF കണ്ടാൽ മതി. HCF കണ്ടാൽ ഈ 2 നമ്പറിനെയും പൊതുവായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 16 വരും, 13 വരും. HCF എന്ന് പറയുമ്പോൾ 2 ആണ്. പൊതു നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 2 വരും. 19ാമത്തെ ചോദ്യം. 7.2 മൈനസ് 3.03 മൈനസ് 2.002 എത്ര? അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോദ്യത്തിൽ ഈ മൈനസ് വാല്യൂസ് രണ്ടും കൂടെ ഒന്ന് കൂട്ടാം. അപ്പോൾ 3.03 ഇവിടെ 2.002 കൂട്ടുമ്പോൾ 2, 3, 0 ആൻഡ് 5. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 7.2 മൈനസ് 5.032 എന്ന് വരും. ഇനി ഉത്തരത്തിലെത്താൻ 7.200 നിന്നും നമ്മൾ 5.032 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 10 2 കുറയ്ക്കുമ്പോൾ ആൻസർ 8, 9 3 കുറയ്ക്കുമ്പോൾ 6 വരും. 2 ഇല്ല, 1 ഉള്ളൂ. 1 0 കുറയ്ക്കുമ്പോൾ 1 വരും. ഇവിടെ 7 5 കുറയ്ക്കുമ്പോൾ 2 വരും. ഫൈനൽ ആൻസർ 2.168. 20ാമത്തെ ചോദ്യം. ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി പ്രായം 23 വയസ്സാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളിൻ്റെ പ്രായം 11 വയസ്സാണ്. ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിൻ്റെ ശരാശരി എത്ര? ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി പ്രായം 23 ആണെങ്കിൽ പ്രായത്തിൻ്റെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ ശരാശരിയായ 23ഉം അംഗങ്ങളുടെ എണ്ണമായ 5ഉം കൂടെ ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ 5 3 15, 5 2 10, 1 11, 115 എന്ന് വരും. ഏറ്റവും ഇളയ അംഗത്തിൻ്റെ പ്രായം എത്ര പറഞ്ഞിരിക്കുന്നത്? 11 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 4 പേരുടെ പ്രായത്തിൻ്റെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ ആ 115 11 കുറച്ചാൽ മതി. ആൻസർ എന്ന് പറയുമ്പോൾ 104 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവരുടെ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആ 104നെ എണ്ണമായ തുകയായ 104നെ എണ്ണമായ 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 104നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 4 8, ബാലൻസ് 24, 6 4 24, ബാലൻസ് 0 എന്ന് വരും. ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ 26 എന്ന് വരും.